എല്ലാവരും വയസ്സായാൽ പോകുമ്പോൾ ഹൗ വി നോ നമ്മൾ എന്ത് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. നെവർ ഡു ദാറ്റ് യുനോ. അത് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ രീതിയിലൊക്കെ ഐ എം വെരി വെരി പറയും. ഞാൻ പണ്ടത്തെ പോലെയല്ല, ഞാനിപ്പോൾ ഒരുപാട് റിയാക്ട് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷെ കുറെ കൺട്രോൾ ചെയ്യണം. ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്യായിരുന്നോ പണ്ട്? അതിപ്പോ പണ്ടൊക്കെ ദേഷ്യമല്ല, കരച്ചിലായിരുന്നു കൂടുതലും. ദേഷ്യം വന്നാലും കരയും, കാരണം എനിക്കൊന്ന് ഹെൽപ്ലെസ് ആയി പോകുന്നവർ കരയും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ചേട്ടന്മാർക്ക് ദേഷ്യം വരും, കാരണം അമ്മ അവരെയാണ് ചീത്ത വിളിക്കുന്നത്. അവൾ വിട്ടുകൊടുക്കുക എന്ന് പറയും. അപ്പോൾ ഞാൻ കരയുമ്പോൾ അവരെയാണല്ലോ ചീത്ത വിളിക്കുക. സോ അതുകൊണ്ട് അങ്ങനെ. പക്ഷേ ഐ തിങ്ക് നൗ ആസ് യു ഏജ് ഈ നമുക്ക് കോൺഫിഡൻസും ഞാൻ പറഞ്ഞത് എപ്പോഴും എക്സ്പീരിയൻസ് കാര്യം ഞാൻ പറയുന്നത് ഇതുകൊണ്ടാണ്. നമ്മുടെ ലൈഫിൻ്റെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സബ് കോൺഷ്യസ് മൈൻഡിലും ആ ട്രേറ്റ്സോ എന്തെങ്കിലും പേഴ്സണാലിറ്റി ചേഞ്ച് ഉണ്ടാവും 100%. സോ അത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ലൊക്കേഷനിൽ മീര ജാസ്മിനായിട്ട് ഞാൻ മറ്റേ പാലും പഴവും അഭിനയിക്കുമ്പോൾ, ചാക്കോച്ചനായിട്ട് കുട്ടനാട് മാർപ്പാപ്പിൽ അഭിനയിക്കുമ്പോൾ എന്നെ ആദ്യമായിട്ട് തന്നെ അവർ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതും എന്നെ കാണുന്നതും എല്ലാം എനിക്കറിയാം. ചാക്കോച്ചനൊക്കെ ഫസ്റ്റ് തന്നെ നമസ്കാരം മാഡം, ഹലോ ഹാനി, ആ സ്റ്റൈലായിരുന്നു. ഞാൻ അവിടെ ചെന്ന് ശ്രീജിത്തുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇതാണോ നമ്മുടെ ശാന്തികൃഷ്ണ മാഡം എന്ന് പറയുന്നത്, അതാണ്. കാരണം അവർ ഐ എം ലൈക്ക് ലിറ്ററലി ലൈക്ക് ലാഫിങ് ഇത്. അപ്പം തൊട്ട് അവരും നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോഴും എല്ലാം ദേ ആർ ഓൾസോ വെരി ലൈക്ക് ചൈൽഡിഷ് ആ രീതിയിലാണ്. ഇന്നും ചാക്കോച്ചൻ എന്നെ കാണുമ്പോഴും വന്നിട്ട് എൻ്റെ മേരി മൈൻ്റെ സോറ്റിമാം എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ അതുപോലെ ഞാൻ നമ്മുടെ മീരയെ കണ്ടപ്പോഴും സെയിം തിങ് ആയിരുന്നു. ഒരിക്കലും വിചാരിച്ചില്ല മാം ഇത്രയും ജോവിയലാണ്, ഇത്രയും ടൈം പാസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങൾ ചിരിപ്പിക്കും എല്ലാവരും സെറ്റിൽ. അപ്പോൾ പറയും ഇതുപോലെ ഞങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. പണ്ടത്തെ ശാന്തികൃഷ്ണ മാമിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളും വിചാരിക്കും ഇങ്ങനെ ഇരിക്കും ഒരു സ്ഥലത്ത് വളരെ ഇങ്ങനെ ക്വയറ്റായിട്ട്. പണ്ട് ഞാൻ പറഞ്ഞു പണ്ട് അങ്ങനെ ആയിരുന്നു, അത് ഭാഷ അറിയാത്തതുകൊണ്ടാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഐ ബേസിക്കലി ലൈക്ക് ടു ടോക്ക്. ഹൗ വാസ് യുവർ മദർഹുഡ്? അമ്മയായി 2 കുട്ടികൾ. ദാറ്റ് വാസ് അമേസിങ് എക്സ്പീരിയൻസ് ആണ്. കാരണം മോന് ബാംഗ്ലൂരാണ് ജനിച്ചത്, മോള് US-ലാണ് ജനിച്ചത്. അപ്പോൾ ഇറ്റ് വാസ് എ ടോട്ടലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് രണ്ടുപേരും. പക്ഷെ പിന്നെ ബാംഗ്ലൂരിലായിരുന്നു കൂടുതൽ പഠിച്ചതും. പിന്നെ ഇൻ ബിറ്റ്വീൻ വീണ്ടും US-ൽ പോയി, അവിടെ അവർ കുറച്ച് പഠിച്ചു. പിന്നെ വീണ്ടും ബാംഗ്ലൂർ വന്നു, പിന്നെ അവിടെ പഠിച്ചു. ഇപ്പോൾ വീണ്ടും ദേ ഹാവ് ഗോൺ ടു ദ US. സോ ബേസിക്കലി അവർ ഞാൻ പറഞ്ഞൊരു മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ട് അവരായിട്ട് ഐ നോ ഹൗ മൈ റിലേഷൻഷിപ്പ് ഇസ് അവരായിട്ട്. അപ്പോൾ അതുകൊണ്ട് മദർഹുഡ് ഐ വാസ് എൻജോയിങ്. കാരണം ഓരോന്നിനും അവർ എൻ്റെ അടുത്ത് വരുമ്പോൾ ഓരോന്ന് ചിന്തിച്ച് ഓരോന്ന് ആലോചിച്ച് ഞാൻ ചെയ്യുമായിരുന്നു അവർക്കെല്ലാം. സോ ആസ് എ മദർ, ഏത് മദറും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഞാനും ചെയ്തതെന്ന് പറയാം. ബട്ട് കുറച്ച് ഓവർലി ഇൻവോൾവ് ആയിരുന്നു. എനിക്ക് ഇഷ്ടമായിരുന്നു അവരുടെ പ്രോജക്ട്സ് കാണാനും, അവരുടെയൊക്കെ സ്കൂളിൻ്റെ ഓരോരോ എന്താ ചെയ്യുന്നതെന്ന് അറിയാനും. ചുമ്മാ ചാർട്ട് വർക്കൊക്കെ ഉണ്ടെങ്കിലും തന്നെ പ്രോജക്റ്റ് വർക്കൊക്കെ ഉണ്ടെങ്കിലും ഐ ഓൾസോ വോണ്ട് ടു ഗെറ്റ് ഇൻവോൾവ് എന്ന ഒരു ഫീലിംഗ് ആണ് എനിക്കും ഒരു എൻ്റെ ചൈൽഡ്ഹുഡിൻ്റെ ഒരു ഓർമ്മ. സോ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇന്നും എനിക്കിഷ്ടമാണ്. മോളിപ്പോൾ ഡിജിറ്റൽ മീഡിയ, ഷീസ് ഡസ് ന്യൂ മീഡിയ ഡിസൈൻ. അപ്പോൾ എനിക്കും ഭയങ്കര ക്രിയേറ്റീവ് അല്ലേ ഞാനും. അപ്പോൾ ഐ ഓൾസോ ലൈക്ക് അവൾ ചെയ്യുന്ന എന്തെങ്കിലും ഡിസൈൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എനിക്ക് ഐഡിയാസ് കിട്ടുമ്പോൾ ഞാനും എന്തെങ്കിലുമൊക്കെ ഞാനും വരയ്ക്കും, ഞാനും എന്തെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കും, കുറച്ച് റിസർച്ച് ചെയ്യും അതിനെപ്പറ്റി. വരയ്ക്കും. അങ്ങനെ ഒരു സൈഡ് എനിക്കറിയില്ലായിരുന്നു. ഞാനൊക്കെ വരയ്ക്കുമായിരുന്നു. ഐ മീൻ പല പല ടാലൻ്റൊക്കെ ഉണ്ട്. എന്തൊക്കെയാ പിന്നെ ഹിഡൻ ടാലന്റ്? എന്തൊക്കെയാണ്, ഞാൻ 4 കൊല്ലം കർണാട്ടിക് മ്യൂസിക് പഠിച്ചതാണ്. അത് കുറച്ച് പിന്നെ അത് വിട്ടു. പിന്നെ ഡാൻസ് ആയിരുന്നു കൂടുതലും. പിന്നെ ഉള്ളത് ഈ വരയ്ക്കലൊക്കെ പ്രൊഫഷണലായിട്ട് ഒന്നും പഠിച്ചതല്ല. പിന്നെ കുറച്ച് സിത്താർ പഠിച്ചു. അതാ പറഞ്ഞ എല്ലാം ഉണ്ടെന്ന്, എല്ലാം തൊട്ട് വെച്ചിട്ടേ ഉള്ളൂ, ഒന്നും ഫുള്ളാക്കിയില്ല. പക്ഷെ ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കീബോർഡ് കുറച്ച് ചെയ്യും, മോൻ നന്നായിട്ട് വായിക്കും, ഗിറ്റാർ വായിക്കും. അപ്പോൾ എനിക്ക് ഗിറ്റാർ പറ്റൂല, പക്ഷെ കീബോർഡ് പഠിക്കണം എന്നുണ്ട്. കീബോർഡും ഇതും സിത്താർ. കുക്കിംഗ് എങ്ങനെയായിരുന്നു? കുക്കിംഗ് നന്നായിട്ട് ചെയ്യും, വലിയ കുഴപ്പമില്ല. വെജിറ്റേറിയൻ ആണ് ഞാൻ, നോൺ വെജ് ഒന്നും ചെയ്യില്ല. എഗ്ഗിറ്റേറിയൻ. എഗ്ഗ് പിന്നെ വെജ് ആണല്ലോ. അപ്പൊ ഇപ്പൊ എഗ്ഗിറ്റേറിയൻ എന്ന് പറയണല്ലോ, വെജിറ്റേറിയൻ പറയാൻ പാടില്ലല്ലോ, അത്രേ ഉള്ളൂ. വേറെ ഒന്നും. അപ്പൊ അതൊക്കെ ചെയ്യും. എഗ്ഗ് നോൺ വെജ് ആണെന്ന് പറയുന്നവരോട് എന്താ പറയാ? ഞാൻ പറയും അത് നോൺ വെജ് ആണെങ്കിൽ ഐ ഏറ്റു, പക്ഷെ ബാക്കി നോൺ വെജിറ്റേറിയൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം ഗൾഫിലൊക്കെ ഞാൻ ഒരിക്കൽ പണ്ട് പോയപ്പോൾ ഫ്ലൈറ്റിൽ
ഞാൻ പറഞ്ഞു ഐ എം എ വെജിറ്റേറിയൻ. യെസ് മാം ദിസ് ഇസ് വെജിറ്റേറിയൻ. എന്താ നോക്കിയപ്പോൾ ട്യൂണ ഫിഷ് എന്ന്. അവർക്ക് ഫിഷ് വെജിറ്റേറിയൻ. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഫിഷും കഴിക്കാറില്ല. അതുപോലെയാണ് ഇപ്പോൾ ബംഗാളീസ് അവരൊക്കെ നോക്കുമ്പോൾ അവർക്ക് സ്റ്റേപ്പിൾ ഡയറ്റ് ബ്രാഹ്മിൻസ് ആണെങ്കിൽ പോലും റൈസ് ആൻഡ് ഫിഷ് അല്ലേ. അപ്പം നമുക്കതല്ല. ഞാൻ പിന്നെ കൊച്ചിലെ അങ്ങനെ യൂസ്ഡ് ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് ബ്രാഹ്മിൻസ് ആയതുകൊണ്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ എൻ്റെ അമ്മയും അച്ഛനൊക്കെ അവര് വെളുത്തുള്ളി അതുപോലും കഴിക്കില്ല. അപ്പോൾ ഞാനൊക്കെ പക്ഷെ അങ്ങനെ ട്രാവലിംഗ് ഒക്കെ വന്നപ്പോൾ ഞങ്ങളൊക്കെ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഏറ്റവും ഈസി ആയിട്ട് പെട്ടെന്ന് ശാന്തികൃഷ്ണ മാം ഉണ്ടാക്കുന്ന ഡിഷ് എന്താ? എനിക്ക് ബേസിക്കലി ഇപ്പോൾ മില്ലറ്റ്സിനോടൊക്കെ വലിയ ഇഷ്ടമാണ്. ഉപ്പുമാവ്, എനിക്ക് ഈ അവലുപ്പുമാവൊക്കെ ഭയങ്കര ഇഷ്ടം. എങ്ങനെ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കും? പോഹ എങ്ങനെ ഉണ്ടാക്കുന്നു? ഇത് പോഹ. പോഹ എന്ന് വെച്ചാൽ എന്തുവാ? പഞ്ചാബികളുടെ ഉപ്പുമാവ് പോലത്തെ. പഞ്ചാബി അല്ല, മഹാരാഷ്ട്രൻ. മഹാരാഷ്ട്രീയൻ ഉപ്പുമാവ് പോലത്തെ ഒരു സാധനം. അവല് നമ്മൾ കുറച്ച് തിക്കായിട്ടുള്ള അവലെടുത്തിട്ട് അത് കുറച്ച് നനച്ച് കുതിർത്ത് വെക്കുക. എന്നാ കുതിർത്ത് വെക്കല്ല, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് നമ്മളത് കൊലാൻഡറിൽ ഇട്ടിട്ട് വെക്കുക. അത് ആ സമയം അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അത് കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ ബാക്കി നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ. പക്ഷേ ഇതിനെ സെപ്പറേറ്റ് പിന്നെ വീണ്ടും വെള്ളം ഒഴിക്കില്ല. നമ്മളിപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ ഈ കടുകും ജീരകമാണ് അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. മഹാരാഷ്ട്രൻസ് കടുകല്ല യൂസ് ചെയ്യുക. അപ്പോൾ ജീരകം പിന്നെ പച്ചമുളകും അതൊക്കെ ഇട്ടിട്ട് പിന്നെ കടലയില്ലേ മറ്റേ പീനട്സും കുറേ അതിലിടും. എന്നിട്ട് അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് വറുത്ത് കഴിഞ്ഞാൽ ഈ അവലെടുത്തിട്ട് അതിലിടുക. എന്നിട്ട് നന്നായിട്ട് ഇത് കുറച്ച് തേങ്ങയും ഇടും, മല്ലിയിലൊക്കെ ഇടും. എന്നിട്ട് അത് കുറച്ചൊന്ന് അടച്ചു വെച്ചിട്ട് അത്രേ ഉള്ളൂ. ദാറ്റ് ഇസ് പോഹ. ചില പേര് കുറച്ച് പഞ്ചസാര ഇടും. അതാണോ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുക? അത് എനിക്കിഷ്ടമാണ്. ബ്രെഡ് കഴിക്കും. ബ്രെഡിൽ പനീർ ബുർജി പോലെ ആക്കിയിട്ട് കഴിക്കും. പനീർ ബുർജി പോലെ, എഗ് ബുർജി പോലെ പനീർ ഇട്ടിട്ട് അത് കുറെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് അതിൽ കുറെ മസാല ഒക്കെ ഇട്ടിട്ട് ബ്രെഡിൻ്റെ അകത്ത് വെച്ചിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുക. ഹമ്മസ് അങ്ങനത്തെ സാധനങ്ങൾ, ഇഡ്ഡലി ദോശ അങ്ങനത്തെ ഒന്നും വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. രാവിലെ എനിക്ക് ഏത് എളുപ്പം ചെയ്യാൻ പറ്റുന്നത് കഴിയും. സിനിമയിലെ ഫേവറേറ്റ് പെർഫോമർ ആരാ? എനിക്ക് ഞാൻ പണ്ടും ഇന്നും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് അമിതാഭ് ബച്ചനും കമലഹാസനുമാണ് എൻ്റെ ഫേവറേറ്റ്സ്. എന്തേ? ഞാൻ മോഹൻലാൽ മമ്മൂട്ടി കൂടെ പറഞ്ഞേക്കാം. എനിക്ക് ഇഷ്ടമല്ലായല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. എന്താ എപ്പോഴും അമിതാഭ് ബച്ചനിൽ ഇത്രയും ഫാസിനേറ്റ്? എന്താണെന്നറിയില്ല. റൈറ്റ് ഫ്രം ബിഗിനിങ്, മേ ബി ഞങ്ങള് ബോംബെയിലൊക്കെ ജനിച്ചു വളർന്നതുകൊണ്ട് അവിടുത്തെ പടങ്ങൾ കാണുന്നത് പണ്ട് മുതൽ അമിതാഭിന്റെയാണ് കൂടുതലും. പണ്ടത്തെ ആക്ടേഴ്സിലോ വിനോദ് ഖന്ന, അമിതാഭ് ബച്ചൻ, ധർമ്മേന്ദ്ര എന്നൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ ആണല്ലോ കാണുന്ന സ്ക്രീനിലൊക്കെ കാണുമ്പോൾ, വലിയ സ്ക്രീനിലൊക്കെ കാണുമ്പോൾ ഉള്ള അമേസ്മെന്റ്. അപ്പോൾ പണ്ട് മുതലേ പിന്നെ ഞാൻ അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞ ആ മഹാ നടനെ കാണുന്നത് അമ്മ അസോസിയേഷന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് പുള്ളി വന്നപ്പോഴാണ് എറണാകുളത്ത് വെച്ച്. അപ്പോൾ ഒക്കെ ഞങ്ങൾ ഇങ്ങനെയാണ്. ഞാൻ, ശോഭന, പ്രിയൻ, നമ്മുടെ പ്രിയദർശനില്ലേ, പ്രിയനാണ് ഇവിടുത്തെ നമ്മുടെ അവന്യൂ റിജന്റ് ഹോട്ടലിലാണ് പുള്ളി താമസിച്ചുകൊണ്ടിരുന്നത്. സോ താഴെ എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുക്കാനും ഫംഗ്ഷന് പോകുന്നതിന് മുമ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ട് അമിതാഭിനെ വിളിച്ചുകൊണ്ട് വരാൻ വരുന്നോ ചോദിച്ചു പ്രിയനൊക്കെ ഞങ്ങൾ നേരത്തെ ഫ്രണ്ട്സ് ആണ്, ബിഫോർ ഹി വാസ് എ ഡയറക്ടർ. അപ്പോൾ പ്രിയന് സുരേഷ് കുമാർ, ഞാൻ, ശോഭന, പിന്നെ ആരായിരുന്നു, അങ്ങനെ ഒരാളും കൂടി, ആരാന്ന് എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ എല്ലാവരും കൂടി ലിഫ്റ്റിൽ പോയിട്ട് പിന്നെ തിരിച്ച് വരുമ്പോൾ അമിതാഭിനെയും കൂടെ കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങളിങ്ങനെ അടുത്ത് നിൽക്കുക അമിതാഭിൻ്റെ കൂടെ. പുള്ളി ഇങ്ങനെ, അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനും അമിതാഭ്, ബാക്കിയുള്ളവരൊക്കെ ഞാൻ ഒന്ന് ക്രോപ്പൊക്കെ ചെയ്തിട്ടൊക്കെ. പക്ഷെ അതിന് നടുക്ക് ഒരാളുണ്ട്, അത് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം നടുക്ക് മുഖമായിപ്പോയി. അതാരാന്ന് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് എനിക്കും അമിതാഭിൻ്റെ ആ ഒരു എനിക്ക് പക്ഷെ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയിട്ടില്ല അമിതാഭിൻ്റെ കൂടെ. സമയം കെടുക്കുകയല്ലേ. അമിതാഭിനെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ പറഞ്ഞേക്കണം, ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെന്ന്. രേവതിയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. വെരി ജെലസ് ഓഫ് ഹർ. കമൽ സാറായിട്ടുള്ള ഇൻട്രാക്ഷൻസ് എങ്ങനെയായിരുന്നു? ഇപ്പോൾ കമൽ സാറിനെ ഞാൻ പിന്നെ എവിടെ കാണാനുള്ള ഓപ്പർച്യൂണിറ്റിയൊക്കെ, ഞാൻ കമൽഹാസൻ വാണി ഗണപതിയുടെ കല്യാണ റിസപ്ഷന് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ പോയി കൈയൊക്കെ ഷെയ്ക്കാണ്ടൊക്കെ ചെയ്ത് ആ കൈ കഴുകാതൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. ദാറ്റ് ഈസ് വാണി വാസ് മൈ ഫ്രണ്ട്. എന്നിട്ട് ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിൽ സീനിയർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വാണിയുടെ റിസപ്ഷന് എന്നെ വിളിച്ചിരുന്നു, അവിടെ ബോംബെയിലെ താജ് ഹോട്ടലിൽ. സോ അവിടെ പോയിട്ട് ആണ് ഫസ്റ്റ്. അപ്പോൾ എൻ്റെ അടുത്ത് എന്താ പേര് എന്നൊക്കെ ചോദിച്ചു, ശാന്തി. അപ്പോൾ വാണി ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, നല്ലൊരു ഡാൻസറാണ്. ഓ അപ്പടിയാ, നല്ലത്, ഓക്കെ. അപ്പം എനിക്കങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു.